കാലി നക്കി മാത്രം പരിചയമുള്ള ഒരു സംഘപരിവാർ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീണിരിക്കുന്നു. ഇന്ത്യയുടെ പാറ്റകൾക്ക് മുമ്പിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ യൂത്തിനെ മുഴുവൻ അപമാനിച്ച ഒരു ജസ്റ്റിസ് പാറ്റകളെന്ന് അധിക്ഷേപിച്ചപ്പോ ഇതാ ഇന്ത്യയുടെ യുവത്വം തെരുവിലിറങ്ങി ദിവസങ്ങൾക്കകം ഇന്ത്യയുടെ സംഘപരിവാർ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ചിരിക്കുന്നു. ആർജവബോധം ഇന്ത്യയുടെ യുവത്വം സമരതീക്ഷണമായി ഈ നാട്ടിലിറങ്ങി നിന്നപ്പോ സംഘപരിവാറിന്റെ മൂക്കിന് താഴെ സകലമാന തിന്മകളും അഴിഞ്ഞാടിയ 12 വർഷത്തെ നരാധവ മരണത്തിന് അവസാനം ആദ്യമായി ഒരു മന്ത്രിസഭയിലെ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. അല്ല, രാജിവെപ്പിച്ചിരിക്കുന്നു. ആർത്തലച്ചൊരു മണിക്കൂറിൽ പ്രതിഷേധങ്ങൾ ആളിക്കത്തിയപ്പോ ഇന്ത്യയുടെ തലസ്ഥാനത്തിൽ പ്രതിഷേധ നഗരി തീജ്വാലയായി കത്തിപ്പടർന്നപ്പോ ഇന്ത്യയുടെ സംഘപരിവാർ ഗവൺമെന്റിന് നിലം തൊടാനാവാതെ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിക്ക് രാജിവെപ്പിച്ചിറങ്ങിയെങ്കിൽ ഇന്ത്യൻ യുവജനതയുടെ ശക്തി തെളിയിച്ച ഒരു പോരാട്ടത്തിന് സമരക്കരുത്തായി ഈ രാജ്യത്തെ മുഴുവൻ യുവാക്കളും ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് പാഞ്ഞെടുത്തപ്പോ ഇന്ത്യ ജയിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ സംഘപരിവാരം പരാജയപ്പെട്ട് മൂക്കോട് മൂക്കുകുത്തി വീണിരിക്കുന്നു. ഇന്ത്യയെ ഭരിച്ച് നശിപ്പിച്ചു മുടിച്ച സംഘപരിവാർ ഗവൺമെന്റ് അല്ല ഇന്ത്യയുടെ ഭാവി, ഇന്ത്യയുടെ യുവജനതയാണ് ഈ രാജ്യത്തിന്റെ ഭാവി. പ്രക്ഷുബ്ധ നഗരി ഇന്ത്യൻ തെരുവുകൾ അലയടിക്കുന്നു. സംഘപരിവാർ മൂക്കും കുത്തി വീണിരിക്കുന്നു. ആത്മാഭിമാന ബോധത്തോടെ ഇന്ത്യയിലെ മുഴുവൻ മാനുഷിക ജനാധിപത്യ ബോധമുള്ള മനുഷ്യരും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിച്ച് സമരം വിജയിപ്പിച്ച ആവേശത്തിൽ ജന്തർ മന്ദറിന്റെ പോരാട്ട വീതികളെ അക്ഷരാർത്ഥത്തിൽ സമരക്ഷോഭിതമാക്കി നിലനിർത്തുന്ന ഇന്ത്യൻ യുവതയ്ക്ക് വരുംകാല പോരാട്ടത്തിന് ഹൃദയാത്മക അഭിവാദ്യങ്ങൾ. മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഇന്ത്യയിലെ ബൂർഷ മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോ ഇന്ത്യൻ പോരാളികളെ ഹൃദയത്തിലേക്കിയ ഈ സമരത്തെരുവ് വിജയപൂരിതമായിരുന്നു. ഇക്കാണുന്ന മനുഷ്യരുടെ പോരാട്ട വീര്യം വെറുതെയാകുന്നില്ല. പാറ്റകളോ യുവാക്കളോ ആരോ ആവട്ടെ, ഇന്ത്യയിലെ യൂത്ത് വിജയത്തിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യയുടെ സ്വേച്ഛാധിപത്യ ഗവൺമെന്റിനെ വീഴ്ത്തിയിരിക്കുന്നു. 12 വർഷത്തിൽ ഇന്ത്യയിലെ ഒരു മുഖ്യധാരാ പാർട്ടിക്കും കഴിയാത്ത വിജയം അവർ നേടിയെടുത്തിരിക്കുന്നു. ഇന്ത്യൻ യൂത്തിന് ഈ സമരത്തിന് പിന്തുണ നൽകിയ ലോക മനസാക്ഷിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.